5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ ഏലക്കായുടെ പൊടി, 2 നുള്ള് സോഡാപ്പൊടി. ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാഷ്നട്ട് എടുത്തിട്ട് അര ടേബിൾ സ്പൂൺ കിസ്മിസ്. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും വേണം. അപ്പോൾ നമുക്ക് നോക്കുന്നതിന് മുട്ടപ്പോളെ ആക്കാന്ന്. ഇത് നമുക്ക് മുട്ടപ്പോളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഇതിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമുക്ക് 3 മുട്ട ചേർക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ മൈദപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് 7 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് 5 ടേബിൾ സ്പൂൺ തുടങ്ങി 7 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ആവശ്യമുണ്ടാവുക. അപ്പോൾ കുറേശ്ശെ മൈദപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ബാറ്ററി എങ്ങനെയായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കുക്കറിലേക്ക് ഒഴിക്കാൻ വേണ്ടി പാകത്തിനായിരിക്കണം. ഒരുപാട് തിക്കായി പോകരുത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ മൈദപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് 5.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇത്രയ്ക്ക് തിക്ക പാടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചെറുതായിട്ടൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കിസ്മസും കാഷ്നട്ടും വറുത്തെടുക്കുക. ഇനി കിസ്മസും കാഷ്നട്ടും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ബട്ടറാണ് ചേർക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം കാഷ്നട്ട് ഇടാം. ഇപ്പോൾ കാഷ്നട്ട് നെയ്യിൽ കിടന്നിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുണ്ട്. ഇത് ബട്ടർ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത്. ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ചേർക്കാം. ഇപ്പോൾ കിസ്മിസ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ബാറ്ററും കാഷ്നട്ട് വറുത്തെടുത്തതും കിസ്മിസ് വറുത്തെടുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി മുട്ടപ്പോള ആക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാം. കുക്കർ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഈ കുക്കറിൽ നന്നായിട്ടൊന്ന് ബട്ടർ തടവണം. കുക്കറിൻ്റെ സൈഡിലും ബട്ടർ നന്നായിട്ട് ആവണം. ഇതിലേക്ക് ബാറ്റർ ഒഴിക്കുക. ബാറ്റർ ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലേക്ക് നമ്മൾ ആ സോഡാപ്പൊടി ചേർത്തേക്കണേന് ഇത് നന്നായിട്ട്. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഇത് മൂടി വയ്ക്കുമ്പോൾ കുക്കറിൻ്റെ വിസിലിടാണ്ട് വേണം മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണം കാഷ്നട്ടും കിസ്മസും ചേർക്കാം. അപ്പോൾ നമുക്കത് മൂടി വയ്ക്കാം. നമ്മൾ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറക്കാം. നമ്മുടെ ബാറ്റർ ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ കാഷ്നട്ടും കിസ്മസും ചേർത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് വെയിറ്റ് ഇടാണ്ട് തന്നെ മൂടി വയ്ക്കണം. ഒരു 20 മിനിറ്റ് തുടങ്ങി 25 മിനിറ്റ് വരെ എടുക്കും ഇത് നമുക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുണ്ടാക്കുമ്പോൾ ഏറ്റവും ചെറിയ ബർണർ ഏതാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബർണറിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും. എന്നാലും അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത് ഒട്ടും കരിയാണ്ട് നമുക്ക് കിട്ടും. ഞാൻ കാഷ്നട്ട് കൂടുതൽ വെച്ചിട്ട് കിസ്മിസ് കുറച്ചാണ് വെക്കുന്നത്. വെയിറ്റ് ഇടാണ്ട് തന്നെ മൂടി വയ്ക്കണം. അപ്പം നമ്മളത് വെച്ചിട്ട് 25 മിനിറ്റ് ആയി. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ സ്റ്റിക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഏറ്റവും ആദ്യം സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക. നമ്മുടെ എഗ്ഗ് പോള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാതെ. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.